സിനിമാ നയരൂപീകരണ സമിതിയുടെ തലപ്പത്തേക്ക് ഷാജി എൻ കരുണിനെ നിയമിച്ചതിനെ സോഷ്യൽ മീഡിയയിൽ വിമർശിച്ച സംവിധായക ഇന്ദു ലക്ഷ്മിക്കെതിരെ നിയമ നടപടിയുമായി KSFDC. ഇന്ദു ലക്ഷ്മിക്കെതിരെ KSFDC ലീഗൽ നോട്ടീസ് അയച്ചു. ഇന്ദു ലക്ഷ്മി സംവിധാനം ചെയ്ത ചിത്രം IFFK അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശനത്തിനുണ്ട്. സിനിമാ മേളയിൽ ഉൾപ്പെടുത്തിയതിൽ ഷാജി എൻ കരുണിന് അതൃപ്തിയെന്നും സൂചനയുണ്ട്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇന്ദു ലക്ഷ്മിക്കെതിരെ നൽകിയിരിക്കുന്ന നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്? അമൃത, ഏറ്റവും പ്രധാനപ്പെട്ടതായി സിനിമാ നയ രൂപീകരണമായി KSFDCയുടെ നേതൃത്വത്തിൽ ഷാജി എൻ കരുൺ ചെയർമാനായി രൂപീകരിച്ച സിനിമാ നയ രൂപീകരണ സമിതിയുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളാണ് ഇന്ദുലക്ഷ്മി മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായ ആ ഘട്ടത്തിൽ ഉയർത്തിയത്. ഷാജി എൻ കരുണിനെയും മുകേഷിനെയും പോലുള്ളവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലുള്ള ഒരു അന്വേഷണത്തിന്മേൽ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു സിനിമാ നയം രൂപീകരിക്കാൻ ചുമതലപ്പെടുത്തുന്നതിനെതിരെ കടുത്ത വിമർശനം ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ ഇന്ദുലക്ഷ്മി പങ്കുവച്ചിരുന്നു. ഇത്തരത്തിലുള്ള പല വിമർശനങ്ങളുടെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കുന്നതും B ഉണ്ണികൃഷ്ണൻ സ്വയം ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോഴും ഷാജി എൻ കരുണിന്റെ ചെയർമാൻഷിപ്പിലാണ് നയരൂപീകരണ സമിതി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ഇന്ദുലക്ഷ്മിക്കെതിരെ, സംവിധായക ഇന്ദുലക്ഷ്മിക്കെതിരെ KSFDC മാനനഷ്ടത്തിന് ലീഗൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപ നൽകണമെന്നും സോഷ്യൽ മീഡിയയിലെ ഈ പോസ്റ്റുകളെല്ലാം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSFDC ലീഗൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ചെയർമാൻ ഷാജി എൻ കരുണിന്റെ പേരിലാണ് ലീഗൽ നോട്ടീസ്. KSFDCയുടെ ലീഗൽ അഡ്വൈസർ A മുഹമ്മദിന്റെ പേരിൽ മുഹമ്മദാണ് ഈ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. പല ഘട്ടങ്ങളിൽ ഇന്ദുലക്ഷ്മി KSFDCയുമായി മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ദുലക്ഷ്മിയുടെ ആദ്യ ചിത്രമായ നിള KSFDC ആണ് നിർമ്മിക്കുന്നത്. 2021-20 ഘട്ടത്തിൽ 21-22 വർഷങ്ങളിൽ KSFDC വനിതാ സംവിധായകരുടെ ചലച്ചിത്രം നിർമ്മിക്കാൻ മുന്നോട്ട് വരികയുണ്ടായി. മലയാള സിനിമയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് 4 സിനിമകളെ തെരഞ്ഞെടുത്ത്, വനിതാ സംവിധായകരുടെ സിനിമകളെ തെരഞ്ഞെടുത്ത് നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി KSFDC ആരംഭിക്കുന്നത്. അതിൽ 4 സിനിമകളിൽ ഒന്ന് ഇന്ദുലക്ഷ്മിയുടെ നിളയായിരുന്നു. എന്നാൽ ഈ നിളയടക്കം KSFDC നിർമ്മിച്ച സിനിമകൾ പുറത്തു വരാൻ വലിയ കാലതാമസം ഉണ്ടാവുകയും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇന്ദുലക്ഷ്മിയുടെ പരാതിയിന്മേൽ സാംസ്കാരിക വകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അന്ന് സിനിമകൾ പുറത്തു വന്നത്. സിനിമകൾ പുറത്തു വന്നപ്പോഴും മതിയായ ഷോകൾ അനുവദിച്ചില്ല എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഈ ആദ്യഘട്ടത്തിൽ സ്ത്രീ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാർ പദ്ധതി നടപ്പിലാക്കിയ KSFDCയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്ദുലക്ഷ്മി പല ഘട്ടങ്ങളിൽ ഉയർത്തിയിരുന്നു. ഏറ്റവും അവസാനമാണ് ഈ KSFDC ഈ ചെയർമാൻ ഷാജി എൻ കരുണിനെതിരെ അടക്കം ഈ സിനിമാ നയ രൂപീകരണ സമിതിയുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചത്. ഇത്തരം പരാമർശങ്ങളെല്ലാം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇന്ദുലക്ഷ്മിക്ക് ലീഗൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. മേള തുടങ്ങാനിരിക്കുകയാണ്.